ഹലോ എവരി വൺ, ദിസ് ഇസ് മീ അഖിൽ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇന്ന് നമ്മൾ ചെറിയൊരു റെയിനി റൈഡാണ്. ഇന്ന് അത്യാവശ്യം രാവിലെ തൊട്ട് നല്ല മഴയുണ്ട്. ഇപ്പോൾ സമയം 6:30 ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളിന്ന് നേരെ പോകുന്നത് നമ്മുടെ വരാട്ടുമേട് ഏരിയയാണ്. ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഒരു 50 കിലോമീറ്ററിനുള്ളിലേ ഉള്ളൂ. ഞാൻ നല്ല ട്രിപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇന്ന് ഈ ഒരു വെതർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വ്യൂവും കാര്യങ്ങളും കുറച്ച് വിഷ്വൽസും എല്ലാം പ്രതീക്ഷിക്കാം ഈ ഒരു ട്രിപ്പിൽ. ആൻഡ് ഇന്നത്തെ ഈ ഒരു ട്രിപ്പിൽ ഞാൻ മാത്രം ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ നിവിലും ഉണ്ട്. അവനിപ്പോൾ പാലായിലേക്ക് എത്തും. നമ്മളിപ്പം ഓൺ ദ വേ ടു പാലാണ്. എന്നിട്ട് അവനും ഞാനും കൂടെ നേരെ വരാട്ടുമേട് പോകാം എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്ലാനിങ് ആക്ച്വലി കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് പുള്ളിക്കാനം സൈഡാണല്ലോ. പുള്ളിക്കാനം സൈഡ് എപ്പോഴും മഴ പെയ്ത് കഴിയുമ്പോൾ ബ്യൂട്ടിഫുൾ ആയിരിക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ അവനും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ വാഗമണ്ണ് പിടിക്കുക. അപ്പോൾ വാഗമണ്ണ് പിടിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഞങ്ങൾ രണ്ടുപേരും ഒന്നും കഴിച്ചിട്ടൊന്നും അല്ല ഇറങ്ങിയത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പിന്നെ നമുക്ക് അത്യാവശ്യം പെട്രോളുണ്ട്, അവനൊന്ന് ഫില്ല് ചെയ്യണം. എന്നിട്ട് നേരെ നമുക്ക് വാഗമണ്ണ് വെച്ച് കൊടുക്കാം. അപ്പോൾ പോവല്ലേ? പോവാം. പിന്നല്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് വാഗമൺ എത്തിയെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വെതറാണ് കാണാൻ പറ്റുന്നത്. മഴയും കാര്യങ്ങളും ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല, പക്ഷെ മഴക്കാരും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് മുന്നോട്ട് പോകുമ്പം മഴ കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഇവിടെ റോഡോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. അത്യാവശ്യം ഫുള്ള് ക്ലിയർ ആയിട്ടാണ്. ആ ഒരു ഏരിയയിലോട്ട് നോക്കുമ്പം അത്യാവശ്യം വിസിബിളായിട്ട് ക്ലിയർ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. മഴ നമുക്ക് എന്താണെങ്കിലും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ രാവിലെ മൊത്തം വെതർ ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ മഴയുണ്ടെന്നാണ് ഇന്ന് കണ്ടത്. നമ്മുടെ ഇല്ലിക്കൽ ഇവിടുന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. ഞാനിവിടെ നിർത്തിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അത് കണ്ടോ, ആ കാണുന്നതാണ് നമ്മുടെ ഇല്ലിക്കൽ ഏരിയ. ഇവിടെ ഇപ്പം ഫോഗും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്താണെങ്കിലും ക്ലിയർ ആയിട്ട് ഇപ്പം ഇല്ലിക്കല്ലും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും. ഇല്ലിക്കല്ല്, ഇലവീഴാപ്പൂഞ്ചിറയൊക്കെ ആ ഒരു ഏരിയ ആയിട്ടാണ് വരുന്നത്. ഫുള്ള് ക്ലിയർ ആയിട്ട് കിടക്കണ്ട. പക്ഷെ ആ ഒരു സൈഡിലേക്ക് മഴക്കാർ കയറി വരുന്നുണ്ട്. നമുക്ക് നോക്കാം. മൊത്തത്തിൽ ക്ലിയറായിട്ട് ഫോഗില്ലാത്തതുകൊണ്ട് ഫുള്ള് വ്യൂ ക്ലിയറായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് നൈസാണ് കാണാനായിട്ട്. നമ്മൾ അവിടെ നിന്ന് റൈറ്റ് കട്ട് ചെയ്തു. ഇതിപ്പം ഏലപ്പാറ കട്ടപ്പന റൂട്ടാണ്. ഇവിടെ നിന്ന് നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ഒരു ഡീവിയേഷനൂടെ എടുക്കാനുണ്ട്. കയറിപ്പോക്കോ. ആക്ച്വലി ഈ ഒരു നമ്മുടെ വാഗമൺ റൂട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റാണ്. ബിക്കോസ് ചെറുപ്പം തൊട്ട് ഈ റൂട്ടിൽ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്.
കട്ടപ്പന അമ്മ വീട്ടിലേക്ക് പോകുമ്പോഴും. അപ്പോൾ ഈ റൂട്ടിലാണ് ആക്ച്വലി പോകുന്നത് ബസ്സിന്. അപ്പോൾ KSRTCക്ക് ആയിരിക്കും മെയിനായിട്ട് പോകുന്നത്. മിക്കപ്പോഴും പോകുമ്പം വെക്കേഷൻ ടൈമിലൊക്കെ ആണെങ്കിൽ, ഓണത്തിൻ്റെ ടൈമിലൊക്കെ ആണെങ്കിൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു വെതറായിരിക്കും. പിന്നെ അതുമാത്രമല്ല, എന്താ പറയുന്നത്, മഴയും കൂടെ ആണെങ്കിലും വാഗമൺ സൈഡ് വിൻഡോ ഒക്കെ തുറന്നിട്ടങ്ങ് ഇരുന്നാൽ വേറെ ലെവലാണ്. ഫുള്ള് വ്യൂ ഒക്കെ അല്ലേ നമ്മൾ, കാരണം അത്രയും കൂടെ ഹൈറ്റല്ലേ ഇരിക്കുന്നത്. അപ്പോൾ KSRTCയുടെ ആ ഒരു ഹൈറ്റൂടെ വരുമ്പോൾ നമ്മൾ ബൈക്കിൽ പോകുന്നതല്ലോ, കുറച്ചുകൂടെ ഹൈറ്റിലിരുന്ന് നമുക്ക് ഫുള്ള് വ്യൂ കാണാൻ പറ്റും. അപ്പോൾ കോടയൊക്കെ വരുമ്പോഴും മഴയൊക്കെ പെയ്യുമ്പോഴും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. പക്ഷെ പുറകിലിരുന്ന മാമൻ പറയും ഷട്ടർ അടച്ചിട്ടാ, ഇല്ലെങ്കിൽ ഇടി കിട്ടും, കാരണം നനയുമല്ലോ. നമ്മൾ നനഞ്ഞാലും കുഴപ്പമില്ല, പനി വന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഈ സാധനം അടയ്ക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് ഈ റൂട്ട് ട്രാവൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴാണേലും വാഗമൺ വരിക എന്ന് പറയുമ്പോൾ അതിപ്പം അത്യാവശ്യം ഡ്രൈ ആയി കിടക്കുന്ന ആ ഒരു സമ്മർ സീസണിലാണെങ്കിൽ പോലും വരാൻ തോന്നും. നമ്മൾ ഈ റൂട്ടിലാണ് പോകുന്നത്, ഇവിടുന്ന് ലെഫ്റ്റ്. ഈ റൂട്ടൊക്കെ അടിപൊളിയാക്കി കേട്ടോ. ശരിക്കും നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് പാലൊഴുകുംപാറയുടെ നല്ലൊരു വ്യൂ കാണാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് സൈഡിലെ മലയിലാണ് നമ്മൾ കയറുന്നത്. അതാണ് ആക്ച്വലി വരാട്ടുമേട്. അവിടെ ടോപ്പിൽ കയറി കഴിയുമ്പോഴത്തേനുമാണ് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ആ ഒരു പാലൊഴുകുംപാറയുടെ ആ ഒരു വ്യൂ നല്ലപോലെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ പാലൊഴുകുംപാറ വാട്ടർഫാൾസ്. യെസ്, അപ്പോൾ ഇതിൻ്റെ ടോപ്പിലാണ് നമ്മൾ കയറാൻ പോകുന്നത്, വരാട്ടുമേട്. ഹലോ, കണ്ണം മൂടായി. ഈ പെട മൂടായിരിക്കും, അല്ലെങ്കിൽ എക്സ്പൾസ് ഉള്ളവനാവാലോ. കൊണ്ടോടെ വാടാ.
ലെഫ്റ്റാ റൈറ്റാ? ജസ്റ്റ് ഗോ വിത്ത് ഫ്ലോ. അതല്ലാണ്ട് ഒരു വഴിയില്ല. മഴ പെയ്യാനുള്ള ചാൻസ് ഞാൻ കാണുന്നു. ആണോ? എവിടെയാ ഇത്? വേണേ ഓക്കെ. നല്ല ഡീപ്പായിട്ട് അടിയിലോട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇനി അതും അവനെ ഇറങ്ങി നോക്കട്ടെ. ഓ, അതിൽ എസ്കേപ്പ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ എവിടെ ഇരിക്കുന്നു? ഏതാ? മൂടി. ഓ, ഇതാണല്ലേ. ഇത് അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ള ഒരു ഇറക്കമാണോ. ടയർ ലോക്കാക്കാതിരുന്നാൽ മതി. നല്ല കുത്തനെയുള്ള ഇറക്കമായതുകൊണ്ട് എനിക്കിത് ആക്ഷൻ ക്യാമിൽ കാണുമ്പോൾ അത്ര വലിയ കാര്യമായിട്ട് മനസ്സിലാവില്ല. നല്ല ഡീപ്പായിട്ട് താഴത്തോട്ട് കിടക്കുന്ന ഇറക്കം. ഇനി അതുപോലെ ഒരു കയറ്റം. ഇതും അത്യാവശ്യം നല്ല കുത്തനെയുള്ള ഒരു കയറ്റം കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ഡീപ്പായിട്ടാണ്. ഇവിടെ ഫുള്ള് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ ഫുള്ള് ഓഫ് റോഡ് ആയിരുന്നു. ഇപ്പോൾ അത്യാവശ്യം വഴി എല്ലാ ബൈക്കിനും തന്നെ നമുക്ക് വരാൻ പറ്റും കേട്ടോ, നോർമലായിട്ടുള്ള ബൈക്കിനൊക്കെ. കാരണം വഴി നല്ലപോലെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല കുത്തനെയുള്ളൊരു കയറ്റമാണ്. ഈസി ആയിട്ട് വരും. ഓ മോനെ, ഏതോ വ്യൂ. യെസ്, അങ്ങനെ നമ്മൾ ഫൈനലി വരാട്ടുമേടെത്തി. എന്താണ് ഇവിടെ കിടക്കുന്നത്? എനിക്കറിയാവുന്ന സ്ലിപ്പാവും. നല്ല രീതിയിൽ സ്ലിപ്പാവുന്നുണ്ട്. പതിയെ അങ്ങ് പോന്നാ മതി. ഒരു കൂടെ എടുത്തു പോയി. ഇനി നമുക്ക് നോക്കാം. സ്ക്രീൻ വെട്ടിക്കാനും പരിപാടിക്കൊന്നും പോകാതിരിക്കുന്ന ബെറ്റർ.
പാലൊഴുകും പാറ. നമുക്ക് താഴെ ഇറങ്ങി ഇവിടെ ഇറക്കി വെച്ചാലോ? തിരിച്ചോ ഇതിലെ ചാടും. നല്ല കാറ്റുണ്ട് കേട്ടോ. വരാം നിക്കേ ഇട്ട നിക്ക്. ഈസി. ഇതാണ് സത്യം പറഞ്ഞാൽ നമ്മൾ താഴെ നിന്ന് കണ്ട ആ ഒരു പാലൊഴുകും പാറയുടെ ടോപ്പിൽ നിന്നുള്ള വ്യൂ. ഇവിടെ നൈസാണ് കേട്ടോ. അത്യാവശ്യം നല്ല ടോപ്പിലുള്ള ഏരിയ ആയതുകൊണ്ട് നല്ല രീതിയിൽ കാറ്റടിക്കും. നല്ല തണുത്ത കാറ്റും. കിട്ടില്ല വെതറാണ്. ഇതുവരെ മഴയൊന്നും പെയ്തിട്ടില്ല. ഇനി അറിയില്ല നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ മഴയായിരിക്കുമെന്ന്. മഴ ആണെങ്കിൽ നമ്മൾ കയറി വന്ന വഴി കുറച്ച് സ്ലഷി ആയിരിക്കും. അപ്പം നമ്മളങ്ങനെ വരാട്ടുമേടൊക്കെ കയറി ഇനി നമ്മൾ തിരിച്ചിറങ്ങും. ഇവിടെ അത്യാവശ്യം നമ്മൾ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. ഇനി നൈസായിട്ട് നമുക്ക് ഇവിടുന്ന് തിരിച്ചു പിടിക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ മഴയൊക്കെ വന്നു പെട്ടെന്ന്. അത് വന്നതും പോയതും അറിഞ്ഞില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 മണി. അതെ ഓക്കെ ബൈ. ഇവനിത് സ്ഥിരം പരിപാടിയാണോ? നീ എന്നാടാ സ്ഥിരം പരിപാടിയാണോ? റെക്കോർഡാ. ഇത് ഇന്ന് തന്നെ 3ാമത്തെ കേട്ടാ. ചെന്നിട്ട് വണ്ടി ഒന്ന് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യണോ? ഞാൻ എടുക്കണോ? അപ്പൊ നീ ഇത് മറിച്ചിടും അല്ലേ? അതെ പിന്നെ ഇവനിത് എന്തോ നീ എന്നടാ ബിസിനസ് ആണോ? ഈസി ബോയ്. മൂഡേഷ്. ഏത് മൂഡ്? മൂഡ്. കോൺസെപ്റ്റിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമായി. എന്നിട്ട് കോൺസെപ്റ്റൊക്കെ സെറ്റ് ചെയ്യണം. ബെയറിംഗ് മാറണം. കാർബ് ചേഞ്ച് ചെയ്യണം. കാർബ് തിരിച്ച് നമുക്ക് സ്റ്റോക്ക് തന്നെ ആക്കാം. 190 ഒരു വൈബ് ഇപ്പം കിട്ടണം. സ്റ്റോക്കിൻ്റെ ഫീൽ അത് സ്റ്റോക്കിലേ കിട്ടുള്ളൂ കേട്ടോ.
കളിയാടണ കാടും കണ്ടേ ഒടിമഞ്ഞും മഴയും കൊണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ. മുടിയാട്ടും കടലും കണ്ടേ കളിയാടണ കാടും കണ്ടേ ഒടിമഞ്ഞും മഴയും കൊണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ. മേലെ വെൺമുകിലും കണ്ടേ ഓരത്തൊരു മലരും നിൽപ്പേ കളിപാടും കിളിയെ കണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ. അപ്പോൾ അങ്ങനെ വരാട്ടുമേടൊക്കെ കയറിയിട്ട് ഇറങ്ങി. ഇനി ഏതായാലും നമുക്ക് ഇഷ്ടം പോലെ നല്ല ടൈമുണ്ട്. സമയം ഇപ്പം ഒരു 3:30 സംതിങ് ആയതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പുള്ളിക്കാനം റൂട്ട് പിടിക്കാമെന്ന് വെച്ചു. അത്യാവശ്യം നമുക്ക് കുറച്ച് വ്യൂ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ പുള്ളിക്കാനം നമ്മുടെ വേറൊരു ഇമോഷനാണല്ലോ. അപ്പോൾ എന്താണേലും നമുക്ക് പുള്ളിക്കാനം റൂട്ട് പിടിക്കാം. എന്താണെങ്കിലും നമുക്കൊരു ചായ കുടിച്ചിട്ട് പോകാം. ഏതാ വ്യൂ അല്ലേ? പൊതുവെ എല്ലാവരും വാഗമൺ പോകുന്നത് നമ്മുടെ ഈരാറ്റുപേട്ട വാഗമൺ റോഡാണ്. പക്ഷെ അതിന് പകരം നിങ്ങൾ പുള്ളിക്കാനം റൂട്ട് പോയിട്ടില്ലാത്തവരാണെങ്കിൽ ഒരു തവണയെങ്കിലും ഒരു മൺസൂണിനോ തന്നെ ആവണമെന്നില്ല, എപ്പോഴാണേലും പുള്ളിക്കാനം റൂട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. ഒരുപാട് നല്ല വ്യൂ പോയിൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അതുമാത്രമല്ല, തിരക്ക് വളരെ കുറവാണ്. മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നല്ല മഴയായിരിക്കും എന്നാണ് തോന്നുന്നത്. കേട്ടോ, മഴ പെയ്തു, പൊളി മൂട്. മഴ കിട്ടിയില്ലല്ലോ എന്ന് ഞാനും അവനും പറഞ്ഞു തീർന്നില്ല. അതിന് മഴയും കിട്ടി. ഓ മാൻ, ആക്ച്വലി ഈ ഒരു പുള്ളിക്കാനം റൂട്ടിൽ തന്നെ ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള കുറേ വ്യൂ പോയിൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ചിലതൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും വഴി ചൂസ് ചെയ്യുമ്പോൾ അത് കൺഫേം ചെയ്തിട്ടൊക്കെ കയറുക. ഈ ഒരു ഫ്രെയിമൊക്കെ ഭയങ്കര അടിപൊളിയല്ലേ? ഒരു 1 ഡേ ട്രിപ്പ് എന്നുള്ള രീതിക്ക് തന്നെ അത്യാവശ്യം നമുക്ക് പുള്ളിക്കാനം ഒറ്റ ദിവസം കൊണ്ട് വന്നും പോകാവുന്നതൊക്കെ ഉള്ളൂ. പിന്നെ വാഗമണിൽ സ്റ്റേ ഒക്കെ അടിക്കുവാണെങ്കിൽ നമുക്കൊരു 2 ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ പുള്ളിക്കാനം ഓൾമോസ്റ്റ് കുറച്ച് പ്ലേസസൊക്കെ കവർ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കൂടുതലും അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരുപാട് പ്ലേസസ് ഉണ്ട്. കുറേ വ്യൂ പോയിൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ ഫ്രെയിം നോക്കി എത്ര ബ്യൂട്ടിഫുൾ ആണല്ലേ? ഇത് ഈ വർഷം തന്നെ എത്ര തവണ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഓരോ തവണയും പുള്ളിക്കാനം വരുമ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി ഒന്ന് കൂടിക്കൂടി വരിക. ഭയങ്കര ഹാപ്പിനെസ്സാണ് ഞങ്ങൾക്ക് ഈ പുള്ളിക്കാനം റൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ, ഇതിലെ പോകുമ്പോൾ തന്നെ. കണ്ടില്ലേ, മൊത്തത്തിൽ ഒരു ഗ്രീനിയാണ്, അടിപൊളിയാണ്. എങ്ങനെയുണ്ട് ബ്രോ? എങ്ങനെയുണ്ട്? നല്ല കിടിലം വെതറല്ലേ?
നമ്മുടെ ബൊഗൈൻവില്ലെല്ലാം പോയി, കൊഴിഞ്ഞു പോയി, അല്ല വാടിപ്പോയി. ബൊഗൈൻവില്ല ഒന്നുമില്ല. ഇത് ഫുള്ളും വയലറ്റായിട്ട് നിൽക്കുമ്പോൾ നല്ല രസമൊക്കെ കാണാനായിട്ട്. ഞാൻ എൻ്റെ കുറച്ച് വീഡിയോസിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പഴയ വീഡിയോസിലൊക്കെ. ഞാനത് കാണിച്ചു തരാം. പുള്ളിക്കാനം ആക്ച്വലി ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് കണ്ടു തീർക്കാൻ പറ്റില്ല. ഇനി ചുമ്മാ ഡ്രൈവ് ചെയ്ത് പോകാനാണെങ്കിൽ പറ്റും. പക്ഷേ ഒരുപാട് ട്രയൽസും കാര്യങ്ങളും, കുറേ ഓഫ് റോഡ്, കുറേ വ്യൂ പോയിന്റ്സും ഒക്കെ ഉണ്ട്. പുള്ളിക്കാനം വഴിക്ക് വന്നിട്ടില്ലാത്തവർ ജസ്റ്റ് ഒരു തവണയെങ്കിലും ഒന്ന് വന്നു നോക്ക്, അപ്പോൾ മനസ്സിലാവും. അത്രയ്ക്കും അടിപൊളിയാണ്. ആ കാണുന്നതാണ് നമ്മുടെ ഇല്ലിക്കൽ കല്ല്.